വലൈക്കും സലാം. ചായ. വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇവിടെ ഈ ഫുള്ള് കറക്കം തന്നെയല്ലേ, ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ ഇതൊന്നും. കുറച്ച് തിരക്കായിട്ട്. പിന്നെ ഞാൻ വന്നത് എന്താ വെച്ചാൽ കാര്യമായിട്ട് നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടീൻ്റെ ഒരു കല്യാണ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ കുറച്ച് കഷ്ടപ്പെട്ടുള്ളവരാണ്. പിന്നെ നമ്മൾ കുറച്ച് എല്ലാ ആൾക്കാരും കൂടിയുള്ള സഹായമൊക്കെ ചെയ്തിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ നിന്നെക്കൊണ്ട് പറ്റുന്ന വലിയൊരു സഹായം നീ ചെയ്യണം എന്തായാലും. നിനക്കൊന്നും വേറെ പണിയില്ലേ? മറ്റുള്ളവരുടെ കാര്യം നോക്കി നടക്കുന്നത്, നിനക്ക് നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ. അങ്ങനെ പറയല്ലേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ളവരൊക്കെ സഹായിച്ചാൽ, നമ്മളിങ്ങനെ മറ്റുള്ളവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്താൽ നാളെ നമ്മളെയും പറ്റി ഓർക്കാനും ചെയ്യാനൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്നെ ആരും ഓർക്കണ്ട, ഞാൻ അയച്ചുണ്ടാക്കുന്നത് എനിക്ക് എൻ്റെ ഫാമിലിക്ക്. അങ്ങനെ ഇതിപ്പോൾ ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയൊക്കെ നിൻ്റെ ഇഷ്ടം. പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നമ്മൾ വെൽഫെയർ സ്കീമിൻ്റെ ആനുകൂല്യമൊക്കെ ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ അതിലെങ്കിലും ഒരു മെമ്പർഷിപ്പ് എടുക്കാം. നമ്മളില്ലേ, നീയൊന്നില്ല ഒരു സംഘടന. എടാ അതൊക്കെ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഉപകാരപ്പെടും, എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഉപകാരപ്പെടണം. നമുക്ക് വേറെ നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അടുത്ത ആഴ്ച ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. കോവിഡ് വൈറസ് വ്യാപനത്തെ നേരിടാൻ ദുബായിൽ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ 24 മണിക്കൂർ യാത്രാവിലക്ക് നിലവിൽ വന്നു. അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ ആരും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത്. 24 മണിക്കൂറും അണുനശീകരണ പരിപാടി ആരംഭിച്ചിരിക്കുന്നു. അതെ, നല്ല പനിയുണ്ട്. എൻ്റെ വണ്ടിയാണെ കേടായി നിൽക്കുക. ഡോക്ടറെ കാണിക്കാൻ പോകണം. പക്ഷേ കയ്യിലാണ് 5 പൈസ ഇല്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. കുറേ ആൾക്കാരെ വിളിച്ചു നോക്കി. നിങ്ങൾ ആ റമീസ് ഖാനെ ഒന്ന് വിളിച്ചു നോക്ക്. സംഘടനകളുമായൊക്കെ ബന്ധമുള്ള ആളല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാൻ എപ്പോഴും അവനെ കളിയാക്കിയാ സംസാരിക്കാറ്. അവനെയും വിളിച്ചിട്ട് കാര്യം ഉണ്ടാവും തോന്നില്ല. ഹലോ, കൊറോണ ഒക്കെ ആയിട്ട് എന്താണോ വിശേഷങ്ങൾ? വിശേഷമില്ല. വൈഫിന് തീരെ സുഖമില്ല, നല്ല പനി. എൻ്റെ കയ്യിൽ വണ്ടിയുമില്ല, ആരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആണോ? നീ പേടിക്കണ്ട, നമുക്ക് എല്ലാത്തിനും വഴി ഉണ്ടാക്കാം. ഡോണ്ട് വറി, ഓക്കെ? ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം അങ്ങോട്ടേക്ക്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഞാൻ കോഴിക്കോട് KMCC ഹെൽപ്പ് ഡെസ്ക് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. നിങ്ങളുടെ വൈഫിന് സുഖമില്ല, പനിയാണെന്ന് പറഞ്ഞു, കോവിഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, നിങ്ങൾ റെഡി ആയി നിന്നോ. നമ്മുടെ വണ്ടിയസ് ഒരു അരമണിക്കൂറുണ്ട് അവിടെ എത്തും. ഓക്കെ, അത് റെഡിയാണ് കേട്ടോ. അത് ഒന്ന് കൺഫേം ചെയ്ത്. നിനയ്ക്കുന്നതൊന്ന് നടക്കും, മറ്റൊന്ന് നിരന്തരം അനിശ്ചിതം ജീവിതം. നിനയ്ക്കുന്നതൊന്ന് നടക്കും, മറ്റൊന്ന് നിരന്തരം അനിശ്ചിതം ജീവിതം. ഹലോ, വലൈക്കും സലാം. ഞാൻ റമീസ് പറഞ്ഞിട്ട് വിളിക്കുകയാണേ, ദുബായ് KMCC വളണ്ടിയർ ഡെസ്ക് എന്നാ. ഓക്കെ. അങ്ങനെ റൂമിന്റെ അടുത്ത് കിറ്റ് വെച്ചിട്ടുണ്ട്. കിറ്റ് ആണോ? എന്റെ ഈ നമ്പർ സേവ് ചെയ്തിട്ട് വിളിച്ചാൽ മതി തീരുമ്പോ കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വളരെ ഉപകാരം. വലൈക്കും സലാം. നിനയ്ക്കുന്നതൊന്ന് നടക്കും, മറ്റൊന്ന് അല്ല, ഉറങ്ങിയോ? നീ കൊറേ സ്ഥലത്ത് പോകാനുണ്ട്. നമുക്ക് വണ്ടിയിൽ സാധനം ഷോർട്ട് ഉണ്ട്. വില്ലേജ് പോയിട്ട് 2 ബോക്സ് എടുത്തിട്ട് നമുക്ക് അതിലെ നൈറ്റിലേക്ക് അങ്ങ് പോവാം. എന്താ?
കോവിഡ് ദുരിതകാലത്ത് മലയാളികളുടേതടക്കമുള്ള പ്രവാസി സംഘടനകൾ ഗൾഫ് രാജ്യങ്ങളിൽ സജീവമായി രംഗത്തുണ്ട്. ഇവർ കൂടിയില്ലായിരുന്നുവെങ്കിൽ അതിജീവനം അസാധ്യമായേനെ. ഏത് ബിൽഡിംഗ് ആയിരുന്നു? ഓക്കെ. വാ കേറ്. എന്താ ഇങ്ങോട്ടേക്കല്ല ഇറങ്ങാൻ തോന്നിയേ? നമുക്ക് എവിടെയെങ്കിലും ഇന്ന് സംസാരിക്കാം. എന്ത് പറ്റിയില്ല? പറയാം. എടാ, നീയായിരുന്നു ശരി. അന്നേ നീ പറഞ്ഞതാ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കരുത്. അത് ഞാൻ കേട്ടില്ല. എനിക്കൊരു അപകടാവസ്ഥ വന്നപ്പോൾ നീ മാത്രമേ കൂട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നീ കണക്ക് പറയാൻ വേണ്ടി വന്നതാണ് അങ്ങോട്ടേക്ക്? കണക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് മനസമാധാനം കിട്ടില്ല. എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ പരസ്പരം ബന്ധമുണ്ടെങ്കിൽ ഏത് വലിയ പ്രശ്നത്തെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും. എന്തായാലും നീ എനിക്കൊരു മെമ്പർഷിപ്പ് തന്നു. ഞാനുണ്ടാവില്ല നിങ്ങളോട്. ബന്ധനത്തിൻ അന്ധകാരം മൂടി നിൽക്കവേ, ബന്ധനത്തിൻ അന്ധകാരം മൂടി നിൽക്കവേ, സൽബന്ധങ്ങൾ സാന്ത്വന നിലാമഴയാകും.